ഹലോ ഗൈസ്, ഇന്ന് ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. അന്നേരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഏതായിരുന്നു വീട്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ കുറച്ച് സോംബികൾ കൊന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. കൂടെ എൻ്റെ സ്പിയറും പോയി. അതായിരിക്കുന്നു സ്ഥലം. എത്ര പ്രാവശ്യം കൊന്നെന്നേ നിങ്ങൾ നോക്കിക്കേ. എന്നെ കൊന്നു. അടുത്തത് ജീവിതത്തിൽ വെറുതെ വിടൂലല്ലോ ഈ മോതൊന്നും. ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാടാ, എല്ലാം വെറുതെ വിടൂല ഒരിക്കലും. ഈ സോംബി മേജർ ടെലപ്പോർട്ടാവുന്നോ? അതായിരുന്നു ഞാൻ അവിടെ നിൽക്കുമായിരുന്നു വീഡിയോ ഓണാക്കാൻ. അന്നേരം അടുത്ത സെക്കൻഡ് ആ സോംബി വില്ലേജർ വന്ന് എന്നെ പുറകിൽ നിന്ന് തള്ളി നേരെ വീണ്. അപ്പോൾ ഇരുന്നില്ലേ എൻ്റെ സാറിൽ ഈ ഉള്ള ഡയമണ്ട് ഒന്നും കളയാൻ വയ്യ. ഡയമണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നൊന്ന് ചോദിക്കരുത്. ആദ്യത്തെ വീട്ടിൽ നിന്ന് തന്നെ എന്നാ നടന്നെന്ന് എനിക്കൊന്നും അറിയത്തില്ല. റീസ്റ്റാർട്ടായി പോയി. നമുക്ക് കുറച്ച് നേരം പാർക്കൂർ ചെയ്യാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ക്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ മെയിൻ പരിപാടി എന്നൊക്കെ ഞാൻ പറയും. ക്രാഫ്റ്റിംഗ് ഒന്നുമല്ല, വേറെ ഒരു പരിപാടിയാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും. സ്റ്റിക്ക് എടുക്കൂ. ഇതൊന്നൊരു ഡയമണ്ട് വെച്ച് ഡയമണ്ടാ. അടുത്ത ഡയമണ്ട് വെച്ച് ഡയമണ്ട് ഉണ്ടാക്കുന്നതെന്ന് അതെ, ഇൻഫിനിറ്റ് ലൂപ്പായിരിക്കുമല്ലോ. നമുക്കൊരു ഡയമണ്ട് സ്പിയർ 2 ഉണ്ടാക്കാം. ഒരു ഡയമണ്ട് സോഡ് ഉണ്ടാക്കാം. ഒരു ആക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. 2 ഷവൾ ഉണ്ടാക്കാം. ഒരു ഹോയും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു അയൺ ഷവളും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു അയൺ സ്പിയർ ഉണ്ടാക്കാം. കത്തിയൊന്നും പറ്റില്ല. അയൺ സ്പിയർ തന്നെ. അടുത്ത സ്റ്റെപ്പ് ഫുൾ ഡയമണ്ട് ഗിയർ. ഇതെടുക്കൂ. അയ്യോ ഇതല്ല, ഇത് ചുമ്മാ ഇതൊന്ന് കിട്ടാൻ നമുക്ക് ഡയമണ്ട് ഇല്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് നമ്മുടെ പിക്കാക്സ് എടുക്കും, മൈൻ ചെയ്യാൻ പോകും. അതാണ് ആദ്യത്തെ പരിപാടി നമ്മുടെ സ്റ്റെപ്പുകളിൽ. നമുക്കിന്ന് കുറച്ച് സ്റ്റോണൊക്കെ ആയിട്ട് വേണം അടുത്ത ടൂൾസ്. ഇവൻ പൊട്ടാതെ ഈ വുഡൻ പിക്കാക്സ് നമുക്ക് പൊട്ടിച്ച് തീർക്കണം. തീർത്തിട്ടേ നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ എന്തിന്റെ വുഡ് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്ന. യൂസ് ചെയ്യാനല്ലേ ഉണ്ടാക്കുന്നേ. യൂസ് ചെയ്യാറില്ല എന്ത് കാര്യം. സാധാരണ ഞാൻ യൂസ് ചെയ്യാതെ വെക്കുവാണ്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്യും. അതൊന്നും നിങ്ങൾ കാണാത്തത് എന്നാന്ന് വെച്ചാൽ എനിക്കന്ന് ചാനലില്ല. അങ്ങനെ ഇപ്പൊ അത്രയായി. ഒരു സ്റ്റാക്ക് എത്തിക്കാണും. അര സ്റ്റാക്ക് പെർഫെക്റ്റ്. ഒരു സ്റ്റാക്ക് കൂടെ കോൺക്രീറ്റ് കൂട്ടിച്ചാട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. പതിനഞ്ചാക്കാം. ഓക്കെ, ഇപ്പൊ അരയാണോ? അല്ല, 16. ഒരു ബ്ലോക്ക് എടുക്കാം നമുക്ക്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെറ്റാവും.
16. ഓക്കെ 16. അങ്ങനെ നമുക്ക് അറിയായി. അത് കൂട്ടിച്ചേർക്കുമ്പോൾ 32. ഇപ്പൊ 32 മതി കോഴ്സ്. ഇനി ഇന്നത്തെ പരിപാടി എന്നാ? ഒട്ടും കൊള്ളത്തില്ലാത്ത വീട്. സെക്കൻഡ് ഫ്ലോറിലാ എല്ലാ വീടും ഇവിടെ. കള്ള വീട് ഇതിനകത്ത് വരണ്ട. ആർക്ക് വേണം സാഡിൽ? ഇരുന്നോട്ടെ. നൈസായിട്ടൊരു ഹോസിനെ ചെയ്യുന്നത് മച്ചൂടെ പുറകെ കുത്തിപ്പിടിച്ചിരിക്കാം. പരിപാടി ഇറങ്ങാൻ പറ്റാ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അയൺ സ്പിയർ ടെസ്റ്റ് ചെയ്യണം. ആരേലും വരൂ എനിക്ക് അയൺ സ്പിയർ ടെസ്റ്റ് ചെയ്യാൻ? പട്ടി. പട്ടി കൊണ്ട്. ഹായ്, സുഖല്ലേ? നീ ഏതാണ് പൊട്ടനെ പോലെ ഉണ്ടല്ലോടെ? ലോകത്തെ ഏറ്റവും പൊട്ടനസ്റ്റ് പൊട്ടൻ സോറി ഉണ്ടല്ലോ നീ. നീ മതിയടാ എനിക്ക്. എന്റെ ടാർഗറ്റ് നിക്കടാ അവിടെ. സൈക്കോ ആവടാ ഞാൻ. ചാകടാ അവിടെ. നിക്കടാ അവിടെ. അയ്യോ നിക്കടാ അവിടെ. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഞാൻ വില്ലേജിന് അങ്ങോട്ട് കൂടി എത്തിയല്ലോ. എനിക്ക് വില്ലേജിൽ വിട്ടുപോകാനൊന്നുമില്ല. വില്ലേജേ ഞാൻ തിരിച്ചു വരുന്നത് വില്ലേജേ. സുഖല്ലേ മച്ചാനെ? ചേട്ടോ 1 2 3 3 പ്രാവശ്യം അടിച്ചാൽ മതി ചാക്കാൻ. നീ വില്ലേജ് എവിടെയാതെ ഓടടാ. ഈ കുറച്ച് പറയാൻ പോയപ്പോ തന്നെ വില്ലേജ് ഇതാ കിടക്കുന്നു. ചടിക്കാറോ ഇടിച്ച് റിവേഴ്സ് 2 ഗിയർ. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ വീട് അടുക്കി പൊളിക്കണം. പിക്കാക്സേ പിന്നെ നിങ്ങൾ ആലോചിക്കും ഈ അയൺ ഇവിടുന്ന് കിട്ടിയെന്ന്. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താണ് നിങ്ങൾക്ക് ഈ വീട് നിന്റെ അല്ല ഇനി മോല്? ഞാൻ അടിച്ച് പൊളിക്കാൻ പോവാ. പൊളിച്ചിട്ട് എൻ്റെ വീടാക്കാൻ പോവാ. നീ അറിഞ്ഞോ? അത് കിട്ടി എവിടുന്നാന്ന് വെച്ചാ ഞാൻ കറന്ന് ഓടുന്നതിൻ്റെ അവിടെ സോംബികളെല്ലാം എന്നെ കൊല്ലാൻ വരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു വീട്ടിൽ കയറി ഉറങ്ങാൻ. അങ്ങനെ കടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കടക്കാൻ നോക്കി, പക്ഷെ മനുഷ്യരായിരുന്നു പുറത്ത്. അങ്ങനെ കുറേ നേരം ഞാൻ ആ ഡെത്ത് മെസ്സേജ് ഞങ്ങൾ എല്ലാം കണ്ടത് ഞാൻ ചത്തോണ്ടിരുന്നതിൻ്റെയാണ്. അങ്ങനെ ചത്തി ഏറ്റവും ലാസ്റ്റ് അയൺകോളത്തിന് എന്തോ ദയ തോന്നിയിട്ട് എൻ്റെ അങ്ങോട്ട് വന്നിട്ട് അവന്മാരെ തീർത്തു. അങ്ങനെ ഏതോ ഒരു സോംബിയുടെ കയ്യിൽ നിന്ന് അയൺ കിട്ടി. എന്തോ ഭാഗ്യത്തിൽ ആ അയൺ വെച്ചാണ് ഞാൻ ഇപ്പോൾ സ്പിയർ ഉണ്ടാക്കിയേക്കുന്നത്. കുട്ടി ഇനി നമുക്ക് നമ്മുടെ സ്റ്റോൺ മച്ചാനെ എടുക്കാം. നമുക്ക് അതിന് സ്റ്റിക്ക് വേണം. ഇനിയാണ് നമ്മുടെ സ്റ്റോൺ പിക്കാക്സ്. വേറെ സാധനങ്ങളില്ല. അത്ര സ്റ്റോൺ ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കാൻ പോകുന്നേ. നമ്മുടെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാം. വില്ലേജേഴ്സിന്റെ വീടൊന്നും എനിക്ക് എടുക്കണമെന്നില്ല. ഇത് വില്ലേജറിന്റെ വീടല്ല. ഇത് കണ്ട ഏതോ ഒരുത്തൻ ചുമ്മാ ഏതോ ഒരു പൊട്ട വീട് ഒന്നും യൂസിനും ഇല്ലാതെ ഉണ്ടാക്കി വെച്ചേക്കുന്ന. ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്തതാ. അല്ലാതെ നിങ്ങൾ ആലോചിക്കണ പോലെ ഒന്നുമല്ല. ഞാൻ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഇതിൻ്റെ അത് ഓക്സാക്ലിങ് ആക്കാം. അമേസിങ്. അത് ഞാൻ എടുത്തോണ്ട് പോയതാ. ആ പോട്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇരുന്നോട്ടെ. എല്ലാം എൻ്റെ വീട്ടിൽ. എൻ്റെ വീടിന് വേണ്ടിയുള്ളതാണ് ഈ സ്ഥലത്തുള്ള എല്ലാം. അവയെ വീഴുന്നതേ കഴിഞ്ഞ മാസം വീണിട്ട് എല്ലാം പോയി.
ഈ കുറച്ചും കൂടെ സ്റ്റോൺ, അത് കഴിഞ്ഞാൽ ഫുൾ തടി. ഇപ്പോൾ ഓൾറെഡി ഞാൻ തടീനെ നിലത്തോട്ടിട്ട് പൊട്ടിച്ച്. ബടാ നീ ബടാ, നീ എന്തിനാ അവിടെ ഇരിക്കുന്നുടാ? നീയും നീ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള് ഇൻവെന്ററി അല്ലേ, കുറച്ച് ക്ലിയർ ആക്കണ്ടേ ഇൻവെന്ററി? അയ്യോ നീ അവിടുത്തെ അത് പോയെന്നാ, പോയാ തീർന്ന. ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇരുന്നോട്ടെ. അവിടെ നീ എന്ത് കാണിക്കുന്നു മുട്ടാ? എൻ്റെ ഇൻവെന്ററി കയറി കിടന്നു. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വയ്ക്കാം. നമ്മുടെ പുതിയതായിട്ട് ആക്സ് മച്ചാരെ കൊണ്ടുവരാം ഈ ലോകത്തോട്. അവർക്കവിടെ റോട്ടർ ഫ്ലഷിനെ വേണ്ടേ? ഞാൻ ഒന്നോട്ട് റോട്ടർ ഫ്ലഷ് എടുത്തേ. തീ കത്തി ആളിക്കത്ര ഞാൻ ക്രൗച്ച് ചെയ്തിരിക്കും, അതുകൊണ്ട് പോവില്ല. എനിക്ക് ഇത്തിരി ബോധമൊക്കെ ഉണ്ട്. നീ ഇവിടെ, നീ ഇവിടെ, നീ ഇവിടെ. നീ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം നമ്മുടെ ആക്സ്. ഇനി ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 4 വുഡ് എടുത്ത് വെച്ചേ. അടുത്തല്ല അവിടെ തന്നെ വന്നോ ഒരു കാര്യം. അതാ വുഡല്ല, ശരി 4 സ്റ്റിക്കർ. അതെടുത്ത് നീ ബാക്കിയുള്ള സാധനങ്ങൾ, ക്രാബ് ഡോറുകൾ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഡെക്കറേഷൻ ആക്കി ഞാൻ വയ്ക്കും. ക്രീപ്പർ പൊട്ടിച്ച് 2 ട്രാപ്പ് ഡോർസ് തന്നെ. എത്ര പ്രാവശ്യം പൊട്ടിച്ചാന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അറിയാം. ഈ എപ്പിസോഡ് പൊട്ടിച്ചതാണ് ഈ പന്ന ക്രീപ്പർ. അതിന് വേണ്ടിയായിട്ട് നേരെ 2 ട്രാപ്പ് ഡോർ ഇരിക്കുന്നത്. ആ ക്രീപ്പർ വെച്ചിട്ട് പോയി. ചത്തടാ ചത്തടാ ഓടടാ, എനിക്ക് കുട്ടുപോലും ഇല്ല ഓടാൻ. കൂട്ടം ഞാൻ തിന്നട്ടെ. എൻ്റെ ദൈവമേ, അളിയന് സുഖമല്ലേ? ചത്തോ? എൻ്റെ പുറകെ ചത്ത് ചത്തി 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 ചത്തി. എൻ്റെ സാധനങ്ങൾ എവിടെയാ? എൻ്റെ സാധനം എവിടെയാലേ? എൻ്റെ സാധനം എവിടെയാലേ? എനിക്കത് കളയാൻ പറ്റൂല, ഉറപ്പ് എനിക്ക് കളയാൻ പറ്റൂല. അയ്യോ ഓടിക്കാൻ. അതെ ഓ എടേ സൈക്കോ, നീ ഒന്ന് പോയി കൊല്ലടാ. ഉണ്ടൻ സൈക്കോ, ഒമാനെ പോയി കൊല്ലാവോ? നീ എന്തൊന്നും കാണിച്ചു കിടക്കുവാ? ഇല്ല, എനിക്ക് എന്ത് സാധനങ്ങൾ വേറെന്തേലും ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? അത് ബോണല്ലേ, ബോൺ. എനിക്ക് പട്ടീനെ കണ്ടുപിടിക്കാം. സുഖമല്ലേ മറ്റേ? എന്തോ ആക്സ് ഉണ്ടടാ, എന്റെ പോലെ ഒന്നല്ല, ആക്സ് ആടാ എൻ്റെ കയ്യിൽ ഇരിക്കണ്ടേ. അല്ല ഈ പറഞ്ഞ പോലെ ചിക്കാച്ചി എവിടെ? ചിക്കാച്ചി കഴിഞ്ഞ എപ്പിസോഡിന്റെ നമ്മുടെ ചിക്കാച്ചി ചിക്കാച്ചി എനിക്കറിയത്തില്ല. സോറി മച്ചാനെ, എനക്കൊരു ഇതെന്ത് ആ ഡ്രസ് കണ്ടായിരുന്നോ നിങ്ങള്? കിങ് രാജാവിന്റെ പോലത്തെ ഡ്രസ്. ഞാൻ പോലും ഇത്ര നാളായിട്ട് ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. ഓ അയ്യോ അത് സുഖല്ലേ മച്ചാനെ? അടിക്കുവാനാടാ തന്നെ. എന്നാ എനിക്ക് ലോങ് റേഞ്ച് സ്പിയർ ഉണ്ടടാ. നീ എൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പേ നിന്നെ തീർക്കാൻ എനിക്കറിയാം. എൻ്റെ പാൻസ് കൊണ്ടുവന്നു. ലോങ് റേഞ്ച് സ്പിയറാ, നല്ല നീളമാ, നിങ്ങൾക്കറിയാമല്ലോ നീളം. നീ എവിടെയായാലും ഇപ്പന്നെ കണ്ട പോലെ വേണ്ട മോനി കണ്ടാ തീർന്ന്. നീ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എവിടെ കിടക്കും? അയ്യോ
എന്റെ ദൈവമേ, ഓടടാ. അതിലോർക്ക് ഡേയ് മാറേ, ഞാൻ നടന്നോട്ടെ. ഓ, രക്ഷപ്പെട്ടു. ഉറങ്ങട്ടെ. അത് അയൻകോട് ചത്തതിന് ഒച്ചയല്ലായിരുന്നോ? അയൻകോട് ചത്ത് ഇപ്പൊ എന്നെ കാണണം. നീ തീറണ തന്നെ സ്പിയറാണ് എന്റെ കയ്യിൽ സ്പിയർ. രസ കളിക്കുന്നതെന്ന് അറിയത്തില്ലേ? നീ ഇവിടുത്തെ പ്രൊഫസറിനെ കൊന്നേ, അതറിഞ്ഞു വെച്ചോ. ഇതെന്താന്ന് ചോദിക്കണ്ട, ഞാൻ കൊല്ലാൻ നോക്കിയതാണ്, എന്നിട്ട് എന്നെ കൊന്നിട്ട്. ഇന്നൊരു പരിപാടിയുണ്ട് ചെയ്യാൻ. അതിൻ്റെ കൂടെ അതിന് ആദ്യം ഏതെങ്കിലും ഒരു വീട്ടിൽ ഞാൻ സേഫ് ആയിട്ടിരിക്കണ്ടേ. എൻ്റെ സേഫ് സോണാണ് ഈ വീട്. ഇവിടെ ഞാൻ ഒളിക്കാൻ പോവാ, ആരും എന്നെ കണ്ടുപിടിക്കില്ല. ഈ സ്ലോട്ടിൽ കൈവയ്ക്കാൻ. അങ്ങനെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡ്രസ്സ് ഇടാൻ പോവാ. ഡ്രസ്സ് ഇടാൻ പോവാന്ന് വെച്ചാൽ അങ്ങനെയല്ല, എടുക്കാർത്തറ നമ്മൾ ഞെക്കണേ. എന്നിട്ട് നമ്മൾ ഇന്ന് പുതിയ ഡ്രസ്സ് ഇടാൻ പോവാ. ഇതിൻ്റെ അത് സ്റ്റൈൽ എടുക്കണം. ഇനി ടോപ്സ് എടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഇതാ സ്റ്റീവിൻ്റെ ഷർട്ട്. നമുക്ക് വേറെ ഏതെങ്കിലും മാറ്റണം, അതാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറി പുതിയ എണ്ണ ഇടാൻ തോന്നുന്നു. നമ്മൾ ഏതിടും? ഇത് കൊള്ളാമല്ലോ കണ്ടിട്ട്. ഇത് പൊളി സാധനം, ഇത് അത്യാവശ്യം കൊള്ളാം. ഇതെടുക്കാം. നീ അടുത്ത ബോട്ടംസ്, നമ്മുടെ പാൻറ്, സ്റ്റീവിൻ്റെ പാൻറ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നേ. പാൻ്റായിട്ട് ഉള്ളതല്ലോ കണ്ടിട്ട്. ഇതെന്ത് വാടേ ഇങ്ങോട്ട്, ഇതെടുക്ക്. എന്നാടെ നീ പാചകം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? തന്നെ ഇതെടുക്കാൻ പറ്റാതെ. സ്റ്റീവിൻ്റെ പാൻ്റല്ലല്ലോ, വേറെ ഏതോ ഒരുത്തൻ്റെ പാൻ്റ്. കാണിക്കാവോ ഈ പാൻ്റ്? ഈ പാൻ്റോ? ഇതും കിട്ടുന്നില്ല. ഇതോ? ഇതേണ്ട അടിപൊളിയല്ലേ? ഇതെന്നെ ഈ പാൻ്റൊന്നും കിട്ടാതെ. ഒന്ന് വീട്ടിൽ നോക്കാം. ഈ പാൻ്റൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഈ പാൻ്റെങ്കിലും ഇതാ പറ്റുമെങ്കിൽ. ഈ പാൻറ്റും ഇല്ലേ? ഞാൻ പണ്ട് ഏത് പാൻറ്റായാലും കിട്ടുമോ നോക്കട്ടെ. പണ്ട് ഏത് പാൻറ്റാണോ ഈ പാൻറ്? ഇല്ല, ഇതോ? ആ ഇതേ ടീ പാൻറ്റോ? എനിക്ക് വേണ്ട ടീ പാൻറ്റൊന്നും വേണ്ട, എനിക്ക് ഇത് മതിയെന്നാ. കിട്ടുമോ? ആ അതെ, ബ്ലാക്ക് ജോഗർസ് അങ്ങനെ വേണ്ട.
ആ ഞാൻ നോക്കട്ടെ, ഒരു പഫ്ഡ് ടൈപ്പ് ഒരു പേരുള്ള ഒരെണ്ണം ഉണ്ട്, അതാ ഞാൻ നോക്കുന്നേ. വൈറ്റ് ജോഗർ പാൻസോ, ഒരു പഫ് എന്ന് പറഞ്ഞ ഏതോ ഒരെണ്ണം ഉണ്ട്, അതാ ഞാൻ നോക്കുന്നേ. ആരൊക്കെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം, നമുക്ക് കാണാൻ പറ്റുമോ. ആന്നില്ലല്ലോ, ആ കിട്ടണ ഒരു പോവാം. വൈറ്റ് ജോഗർ പാൻസ് എങ്കിൽ വൈറ്റ് ജോഗർ അല്ല അത്തിണ്ട് വേണ്ട, വൈറ്റ് ജോഗർ പാൻസ് വേണ്ട. എനിക്കൊരു പ്ലാൻ കിട്ടി, എനിക്ക് മറ്റേ അത് തന്നെ മതി, വള്ളിയുള്ളത്. ഇത് മതി, അങ്ങനെ മതി. എനിക്ക് ഇവരെ തരാമോ, ഇത് ജോഗർ പാൻസ്, ഇത് മതി. ഇതൊക്കെ എന്ത് നോക്കണ്ടേ ഒന്ന്. വാലിൻകിയ സി എഫ് ഷോർട്സ്, വാലിൻകിയ സി എഫ് ഷോർട്സ്, ആരുടെ വാലിൻകിയ? എനിക്കതൊന്നും വേണ്ട, എൻ്റെ ജോഗർ പാൻസ് മതി. എനിക്ക് പാൻ്റ് ഉണ്ട്, ഇപ്പം മാറുന്നത് കണ്ടോ, ദേ മാറിയത് കണ്ട. ഇനി ഔട്ടർ വെയർ, ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ കണ്ടിട്ട്. ആ തല എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആ ദേഹത്തിൻ്റെ കൂടെ പൊളിയായിട്ട് ചേരുന്നുണ്ട്, ആ ദേഹത്തിൻ്റെ കൂടെ അടിപൊളിയാ. ഇതെടുക്കുക, തല മാറ്റാൻ പറ്റുമോ നോക്കാം. ഇത് ഇപ്പം വരും, 3, 2, 1 വന്ന്. ഈ ഹെഡ് വെയർ ഉണ്ട്. ആ ഓ എന്ത് കൂൾ RGB ഹെൽമെറ്റ്. ഓ അടിപൊളി സാധനം, അടിപൊളിയല്ലേ ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടപ്പില്ല ഞാൻ വേറെല്ലാം എടുക്കല്ലേ, ഇത് കണ്ടപ്പരേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മാറ്റുന്നില്ല, ഈ സാധനം എനിക്ക് കണ്ടപ്പരേ ഇഷ്ടപ്പെട്ടു, ഇതും എനിക്ക് കണ്ടപ്പരേ ഇഷ്ടപ്പെട്ടു. ഇനി ഗ്ലൗസ്, കയ്യെ എന്തിടും, ഇതുണ്ട് ഒരു ഡിസൈൻ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കണ്ടപ്പരേ. ഇതെന്ത് ഈ പച്ച കളറിലത്തെ, പച്ച നോക്കട്ടെ, ടോക്സിക് ഫയർ ഫിസ്റ്റോ, വേണ്ട കറുപ്പ് തന്നെ മതി. എന്തായാലും ഇത് എക്വിപ്പ് ചെയ്ത്, ഇത് അത്യാവശ്യം കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3, 2, 1 വന്ന്. ഇനി അടുത്തത് ഫുഡ് വെയർ, കാലയിടാൻ ചെരുപ്പ് ആന്ന് തോന്നുന്നു, ആയിരിക്കും. ഇതെന്ത് വാടക, ഇത് ചുമപ്പാന വരാത്തെ, ചുമപ്പ്. ആ മോണോക്ലിറ്റ് ബൂട്ട്സോ, അല്ലാത്ത പേര് തന്നെ, കാണാൻ കൊള്ളാം. ക്യാറ്റാനെ നല്ലപോലെ ചേരുന്നുണ്ട്. ഈ കറുപ്പ് നോക്കട്ടെ, പക്ഷെ ഇത് കറുപ്പ് അത്യാവശ്യം കൊള്ളാം. രണ്ടിൽ ഏതാന്ന് വെച്ചാൽ അത് ഞാൻ നല്ലതെന്ന് വെച്ചാൽ, കറുപ്പ് ഡിസൈൻ ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഡക്കായല്ലോടെ, കറുത്ത കാലിലെ ഡക്ക്. ഈ ചുമപ്പേരാണെങ്കിൽ ഡിസൈൻ ഉണ്ട്, അതാണ് മോനോ
എന്ത് സാധനമാണ് എന്തായാലും കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതിടുന്നു. ഇക്വപ്പ്. ഇനി എന്തൊക്കെയാണ്? ഫുട്വെയർ എത്തി. ഇനി ഫേസ് ഐറ്റം. ഓൾറെഡി ലോകത്ത് 3 സാധനങ്ങളുണ്ട്. ഓ ശരിക്കുള്ള തല, അതിൻ്റെ അകത്ത് ഏതോ ഒരു സ്കെൽറ്റൻ്റെ തല, അതിൻ്റെ ഏറ്റവും പുറത്തുള്ളത് കൂൾ RGB ഹെൽമെറ്റ്. ഇതുണ്ട്. ആ മാസ്കിൻ്റെ വൈബിനെ കൂട്ടുന്നുണ്ട്. മാസ്കിൻ്റെ ആ വൈബുണ്ട്. കൊള്ളാം. നിങ്ങൾ തന്നെ പറ, ഇത് വേണോ വേണ്ടയോ എന്ന് കമന്റ്സിൽ പറ. കണ്ണാടി തലേ കണ്ണാടി വെക്കാൻ പോലും പറ്റൂല. കണ്ണാടി വെച്ചാൽ ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടോർച്ചോയ്സ് ഗ്ലാസസ്. ഇവിടെ എവിടെയാണ് ടോർച്ചോയ്സ് ഗ്ലാസസ്? ഇവിടെ എങ്ങും ഇല്ല. വേറെ എന്തൊക്കെയാ? ഇതേ സെയിം മാസ്ക് മണ്ടത്തെ. ഇനി വേറെന്താ നോക്കട്ടെ. ഒന്നും ഇല്ലല്ലോ. കുന്തേത് വെച്ച് നോക്കട്ടെ. അത് പേരെന്താണോ കൂടെ കഴിക്കാം. പിന്നെ ആവാത്തെ ഓക്സിജൻ മാസ്കോ? എന്താ ഒട്ടും RGB മാസ്കിന്റെ കൂടെ ചേരൂല. ഒട്ടും ചേരൂല. RGB മാസ്കിന്റെ കൂടെ വേണ്ട. RGB മാസ്ക് ആണോ ഹെൽമെറ്റ് ആണോ എന്താണ് ഇത്? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊന്നും വേണ്ട. ബാക്ക് ഐറ്റം. പുറകെ എന്തിനാ? ചിറകോ? മറ്റേ ആടുന്ന സാധനമോ? എന്തായാലും ഞാൻ കറച്ചായിരുന്നു. ചിറക് തന്നെ. ചിറകായിട്ടുണ്ട്. എനിക്ക് ചിറക് തന്നെ മതി. ഇതെന്ത്? ഡാർക്ക് സോർസറർ വിങ്സ്. അപ്പോൾ ആ വൈബ് കയറുന്നുണ്ട്. പക്ഷെ വേറെ പേരുണ്ടോ? അല്ല, ആ പുറയിൽ ഞാൻ ഇതല്ലേ എടുത്തേ? ആ ഡോർക്സ് ഇതല്ലേ ഞാൻ എടുത്തേ? അതിൻ്റെ താരത്തെ അതന്നെ കാണിച്ചേക്കണം. പക്ഷെ തലയുടെ പുറകിലത്തെ സാരം അകത്താണോ തോന്നുന്നു. അതുകൊണ്ട് അത് കാണത്തില്ല. മണ്ടേത്താണോ ഉണ്ടായിരുന്നു ഇത്? ഇവിടെ ആനിമേഷൻ വരെയുണ്ട്. ഇതുകൊണ്ടോ പറക്കുന്നത്? അത് പൊളി. അത് കണ്ടാ ഞാൻ എടുക്കും. എപ്പിക് RGB വിങ്സ്. അത് എപ്പിക്കാണ്. ഇത് 3, 2, 1 വന്നാണ്ട. ഞാൻ പറക്കും ഇനി മോയല്ലേ. ഇനി മോൻ എല്ലാ ദിവസവും ഇതാണ് എന്നോട് ഡ്രസ്സ്. എന്തായാലും അടിപൊളി ക്യാരക്ടറായി. നീ നമ്മുടെ ക്യാരക്ടർ ഉണ്ടാ പൊളി. ഞാൻ പുറത്തിറങ്ങിയിട്ട് വാങ്ങട്ടെ. എന്ത് വിളിച്ചോ? ഇത് പുറകെ കണ്ടേ? എന്നാ പാൻറ്റിന് പറ്റിയേ? പുറകിലത്തെ പാൻറ്റിന്. ഓ, നമ്മുടെ ലെഗിങ്സ് ഇട്ടിട്ടാ. ലെഗിങ്സ് ഊരട്ടെ.
ഇപ്പൊ കണ്ട പോളി ചിറകൊക്കെ ആയിട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പുറകെ നമുക്ക് നോക്കട്ടെ. ആ ഇപ്പൊ സെറ്റായി പുറകെ. ആ ചിറകൊക്കെ ആയിട്ട് അടിപൊളിയായ ഫീല്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഡേയ് നീ അങ്ങോട്ടാണ് നോക്കിയിരിക്കണേ? ഇതെന്തത്? അങ്ങനെയുണ്ട്, കൊള്ളാവോ? ഡ്രസ് കൊള്ളാവോ? ഇത് എൻ്റെ കയ്യിൽ ഡയമണ്ട് വരെ ഉണ്ട്. റിച്ച ഇത് സെക്കൻഡ് പാർട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് പാർട്ടി വരെ കിട്ടിയ ഡയമണ്ട് ഇത്. എന്തായാലും കൊണ്ട കാണി ക്യാമ്പ്. അല്ല ഇന്നത്തെ പരിപാടി തന്നെയാണ് നമ്മൾ ശരിക്കും. ഇത് വെട്ടിയെടുക്കണം. നമ്മുടെ ആക്സ് എടുക്കൂ, വെട്ടു. നമ്മുടെ വീടിന് നമ്മൾ വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയാണ് നമ്മൾ ഡ്രസ്സ് മാറുന്നുണ്ട്. പൊട്ടടാ 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 പൊട്ടടാ. ഇത്രയും പൊട്ടിച്ചു. നീ പറക്കുന്നവന്മാര് പീസായിരിക്കും ശരിക്കും ഇതിൻ്റെ അകത്ത്. 64,000 അപ്പുറം സ്റ്റോൺ ഉണ്ടാകും എനിക്ക് തോന്നുന്നു. അത്രയും സ്റ്റോൺ ഉണ്ട്. പിന്നെ വുഡ് എത്രയായിരിക്കും? നിങ്ങളും വെക്കുള്ളൂ, ഞാനും വെക്കുള്ളൂ. അങ്ങനെ ഈ വീട് ഇവിടം കാലിയായി. ഇവിടെ മുമ്പൊരു വീടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ഒരു വീടുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ മുമ്പൊരു വീടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നാണ്. പക്ഷെ ആ നാട്ടുകാർക്ക് അറിയത്തില്ല. നാട്ടുകാർ ഈ വീടിനെ നോക്കി നടക്കുവാണ്. നമുക്ക് ഈ സ്നോ ബയോമി ഉണ്ടാക്കിയാലോ? ചാടാൻ വെള്ളത്തിലോട്ട്. പൊങ്ങി പോട്ടെ പയ്യെ പയ്യെ. അങ്ങനെ നമ്മൾ സ്നോ ബയോമി എത്തി. സ്നോ ബയോം അല്ല, ഇപ്പോൾ ഐസി ബയോമാണ്. ഐസാണ് ഇവിടെ മുഴുവൻ. നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. വെള്ളത്തിൽ വീഴുന്നേ ഉള്ളടങ്ങി, അതുകൊണ്ട് ചാടണം. ആ ചാട്ടത്തിന് പവർ കണ്ടോ? ഇവിടെ 4 ബ്ലോക്ക് അല്ല 5 ബ്ലോക്ക് ജമ്പ് നടക്കൂന്നാ തോന്നേ. ഇത് അത്രയും ദൂരം പോകും. ആ പവർ സേവിങ് ആയതുകൊണ്ട് പകുതി പവറും ഐസ് കാരണം സ്പീഡ് കുറയുമല്ലേ. അന്നേരം ആ പവറിൽ ചാടുമ്പോൾ ആ പവറിനെ പിടിച്ചാൽ നിർത്താൻ പറ്റൂലല്ലോ ഐസിന്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം ചാടാൻ പാടില്ല. എനിക്ക് കൂട്ടില്ല. പിന്നെ എങ്ങനെ? തീറ്റ എവിടെ ഉണ്ട്? എപ്പോഴും തീറ്റ വെച്ചിട്ടേ വരുള്ളൂ. എൻ്റെ കൈ ഉണ്ടായിരിക്കും. ഇനി എൻ്റെ ഫാൻസ് ഇട്ടേക്കാം. ഇനി ആരായാലും ബ്യൂട്ടീനെ നോക്കാൻ പോകുന്നുണ്ടോ? എനിക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടേ എൻ്റെ സ്റ്റൈലിനേക്കാളും. പക്ഷെ ഞാനിപ്പോൾ സ്റ്റൈൽ എടുത്തു, അത്രേ ഉള്ളൂ. വീണ്ടും ആ പൊട്ട വീട് തന്നെ, ആരും യൂസ് ചെയ്യാത്ത. ഇരുന്നോട്ടെ. എനിക്ക് ഇനി ഇതും കൂടെ വെട്ടി പറക്കാൻ വയ്യ. നമുക്ക് ശരിക്കും എവിടെ വീടെടുക്കും? അവിടത്തെ വീടുണ്ടാക്കണ്ടേ? വീടുണ്ടാക്കാൻ ആലോചിച്ചിട്ട് വീടുണ്ടാക്കുകയല്ല, ഇവിടെ വീട് പൊളിച്ചതേ ഉള്ളൂ. ഇതെന്തത്? ഇതെന്താ? ഇതൊന്ന് കുത്തിയത്, ഇതൊന്ന് കുത്തിയത്.
ഗ്ലിച്ച്. ടുടുടുടു. ടുടുടുടു. ഇതാടാ. ടൂ 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 ടൂ. എന്റെ കരുത്തിനകത്തൂടെ സ്പിയർ കുത്തി കയറി. പക്ഷെ എനിക്ക് ജീവനുണ്ട്. അങ്ങനെയോ എന്റെ RGB ഹെൽമെറ്റ് എന്നെ സേവ് ചെയ്തത് പോലെ. ഞാൻ മരത്തിനെ കുത്തി. മരത്തിനൊന്നും പറ്റിയില്ല. അതാണെന്ന് എനിക്കറിയത്തില്ല. കുത്തടാ. എന്തേലും സാധനത്തിൻ്റെ എന്തോ ഒരു സാധനത്തിനെ കുത്തി. ഇത് വറക്കാമോ ഞാൻ നോക്കട്ടെ ആദ്യം. മാറുമോ വീണ്ടും? ആരെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. എല്ലാം ഒന്നുമില്ല. വില്ലേജറിനെ ആവട്ടെ. വില്ലേജറിനെ കൊല്ലണ്ട. ജീവിച്ച് പോട്ടെ അങ്ങോട്ട്. ലാസ്റ്റ് ഒരു വരും. ഞാൻ വന്നിട്ട് കൊല്ലും. ആരുമില്ല. ആ സുഖല്ലേ? വർക്കായി. ഞാൻ അടുത്ത സ്റ്റെപ്പ് സ്പീഡ്. മറ്റേ സ്പീഡ് കൂടുമ്പോറും അല്ലേ ഈ സ്പിയറിന് പവർ കൂടുന്നേ. വർക്കായി. വർക്കാവൊക്കെ ചെയ്യും. സാധാരണ സ്പിയറിനെക്കാളും ആക്റ്റീവാ. കൂടുതൽ പവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ മാറ്റും എനിക്കറിയത്തില്ല. ഇങ്ങോട്ടാണേ ഞാൻ എടുക്കട്ടെ. കരുത്തെ വീണ്ടും കുത്തിക്കയറ്റി. ഇതെന്ത് ഗ്ലിച്ച് ഇത്? ഇതല്ലേ മച്ചാരെ? ഒരു കുത്തു മേടിച്ചോ. ഇങ്ങനെ കുത്തുന്നേ? എനിക്ക് ട്രേഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താ പൊട്ട ട്രേഡാ? 15 ഗോളിന് 1 എമറോൾഡ്. 5 എമറോൾഡിന് എന്നാ ഹെൽമെറ്റാ? അയൺ ഹെൽമെറ്റ്. അതാ ശരി. 5 എമറോൾഡ് അല്ലേ? അതിനാദ്യം 15 ഗോള്. ഗോളവിടെ നിന്ന് ഞാൻ കണ്ടുപിടിക്കാം. അതാ ആകെയുള്ള കുഴപ്പം. ഗോളിൻ്റെ മൈനിങ്. അന്ന് നമ്മൾ ഡിഗ് ചെയ്ത സ്ഥലം ഓർമ്മയുണ്ടോ? പാർട്ട് 1. നിങ്ങൾ പാർട്ട് 1 കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ആ സ്ഥലത്തിന് ഇപ്പോഴൊന്ന് പറ്റി മൂടിപ്പോയി. ഈ ഗെയിമിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്നോ എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ പാട്ട് കണ്ടവരാ കാണുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇത് അത്യാവശ്യം കൊള്ളാവുന്ന ഗെയിമാണ്. ഇതിൻ്റെ പേര് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്നാണ്. എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പം നടക്കുന്നത് തന്നെയാണ്. എൻ്റെ ആദ്യം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളുള്ള വേൾഡ് പകുതി സാധനങ്ങൾ പോയി. ഞാൻ ചെയ്ത എല്ലാം പകുതി. ഡയമണ്ടൊക്കെ തിരിച്ചു കിട്ടിയില്ലോ. ആ ഭാഗ്യം എനിക്കുണ്ട്. ഇപ്പം എത്രയായി? 10. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ നേരെ പോയാൽ കുറച്ച് സൈഡിലോട്ട് എന്നിട്ട് എപ്പോഴോ തിരിയുവാണെങ്കിൽ കുറച്ച് കോളുണ്ടായിരുന്നു. അയ്യോ ചത്ത് ഡ്രൗണ്. അയ്യോ റീസ്പോണാവ്. ഏത് വീട്ടിലാണോ ഞാൻ റീസ്പോണായി? മുമ്പത്തെ വീട്ടിലാവുന്നതേ ആണ്. ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോയിട്ടാ എന്നെ ആ വീട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവന്നേ. ഇനി അങ്ങനെ കണ്ടുപിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രൗണെല്ലാം എടുത്തോണ്ട് പോവോ? ഡ്രൗണ് സ്ഥിരം എടുത്തോണ്ട് പോകുന്നവരാ. ഇവിടെ ചാട്. കിടക്കുന്ന എൻ്റെ സാധനങ്ങൾ. അര സ്പിയറുണ്ട്. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അത്. ഇനി പേടിക്കണ്ടെന്ന് പറയണ്ട. ഓടടാ ഓട്ടോ. രാത്രിയാ, രാവിലെ ഒന്നും അല്ല. ഓട് ചാട് കേറ്.
കേട്ടില്ല. വല്ലോണ്ട പേപ്പർ തന്നെ അന്നത്തെ പോരെ. ഇറങ്ങ ഇറങ്ങ തുറക്ക് അടയ്ക്ക്. ഇതിനകത്തൊന്നുമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. ആ അവിടെ ഒരു വീടില്ല, അതിൻ്റെ അകത്തുണ്ട്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പിയർ വെച്ച് ഇങ്ങനെ പോയിക്കോളാം. അത് ഈ സ്പിയർ എന്ത് കൊണ്ടുപോയത് ഗൈസ്? എന്തോ പേരുണ്ട്, നിങ്ങൾ കേട്ടാതിരിക്കണത്. ഇപ്പൊ കണ്ടല്ലോ എന്നാ കാര്യമൊന്നും. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. നീ അടുത്ത എങ്ങോട്ടാണോ? അടുത്ത സെക്കൻഡിൽ കൊല്ലൂടെ സ്പിയറാ. നല്ല റേഞ്ച് അറ്റാക്കാ. വെള്ളത്തിന്റെ ആൾക്കാരൊന്നും അവനോർത്തില്ല, വെറുതെ പൊട്ടിത്തെറിച്ച് വല്ലതും നടന്നോ അതുമില്ല. നീ അങ്ങനെ കേറും. അയ്യോ അയ്യാ, എന്റെ ദൈവമേ ഓടടാ, എന്റെ പുറകിൽ ഡ്രൗണുണ്ടേ. എന്നെ എല്ലാവരും കൂടെ കൊല്ലാൻ നോക്കുവാണ്. ദൈവമേ രക്ഷിക്കേ, എന്നെ മൈൻക്രാഫ്റ്റിൽ ഡ്രൗൺ കൊല്ലാൻ നോക്കുന്നേ. ഓടിക്കാ. ആരാടാ വാതിലടച്ചേ? ആരുമില്ല, ഉറങ്ങോട്ടെ. നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ രാവിലെ ആയി. ഇന്നത്തെ പരിപാടിയാന്ന്. ഹലോ, സുഖല്ലേ? രണ്ടുപേരാ. അങ്ങനെ നമുക്ക് വീണ്ടും സ്പിയർ യൂസ് ചെയ്യാൻ പോകുന്ന എന്റെ കനത്തിലൂടെ കുത്തിക്കേറി സ്പിയർ. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഹാപ്പി. ആ വീട്ടിലെ എത്രയും പേര് വരും. ഞാൻ കുറച്ച് നേരം സുഖിക്കട്ടെ. ഇവിടെ പോയിന്റായോ അയക്കാറും. അമ്മേ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.